ഇന്ത്യ ഇപ്പോൾ തീർത്തുകളയുമെന്ന് ഭീഷണി മുഴക്കുന്ന പാകിസ്ഥാൻ സ്വന്തം നാട്ടിലെ പൗരന്മാർക്ക് ഒരു നേരത്തെ കഞ്ഞി വിളമ്പാൻ നിവർത്തിയില്ല. ഇന്ത്യ എന്നാൽ സ്വന്തം പൗരന്മാർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടാണ് എതിരിടാൻ വരുന്നവരെ തുരത്തുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പാകിസ്ഥാൻ വീണ്ടും മുറവിളികൾ നടത്തുന്നത് മാത്രം മിച്ചം. എന്നാൽ ഇതൊരു മാഫിയാണ്. ആകെ 23 കോടിയുള്ള പാക് ജനതയിൽ 3.8 കോടി പേർ പ്രൊഫഷണൽ ഭിക്ഷക്കാർ. പ്രതിവർഷം $42 ബില്യൺ അഥവാ 3.5 ലക്ഷം കോടി രൂപയാണ് ഇവർക്ക് വരുമാനമായി ലഭിക്കുന്നത്. ഇത് പാക് ജനതയുടെ GDP-യുടെ 12% വരും. ഇതൊരു വ്യവസായം പോലെ ആയതോടെ ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയായി മാറുകയാണ് പാക് യാചക മാഫിയ. വിദേശ രാജ്യങ്ങളിൽ പാക് പൗരന്മാർ ഭിക്ഷാടനം നടത്തുന്നുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യയിൽ ഭിക്ഷാടനം നടത്തിയതിനിടെ 5500-ലധികം പാകിസ്ഥാനികളെ പിടികൂടിയതായി പാകിസ്ഥാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് താരിഖ് ഫാത്തിമ പാർലമെന്റിൽ സമ്മതിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ. പാർലമെന്റിൽ അവതരിപ്പിച്ച ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 16 മാസത്തിനിടെ സൗദി അറേബ്യയിൽ നിന്ന് 5033 പാകിസ്ഥാനികളെ ഭിക്ഷാടനം നടത്തിയതിന്റെ പേരിൽ നാട് കടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് 5 രാജ്യങ്ങളിലായി 369 പേരെയും സമാന കുറ്റത്തിന് പിടികൂടിയതായും സർക്കാർ അറിയിച്ചു. ആകെ എണ്ണം 5400-ലേറെ പേരെയാണ് നാട് കടത്തിയത്. ഉംറ, സന്ദർശക വിസകൾ എന്നിവ ഉപയോഗിച്ച് രാജ്യത്തെത്തി സംഘടിത രീതിയിൽ ഭിക്ഷാടനം നടത്തുന്നതിനെതിരെ നേരത്തെയും സൗദി പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് നിരവധി പേരെ പാക് വിമാനത്താവളങ്ങളിൽ തടഞ്ഞ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭിക്ഷാടന മാഫിയ വിദേശ രാജ്യങ്ങളിലെ ജയിൽ സംവിധാനങ്ങൾക്ക് പോലും അധിക ഭാരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വിവരം മുൻപ് പാക് പാർലമെന്ററി സമിതികളിലും ചർച്ചയായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചതോടെ പാക് പൗരന്മാർക്ക് പല രാജ്യങ്ങളും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഭിക്ഷാടനം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പാക് സർക്കാർ ആവർത്തിക്കുന്നുണ്ട് എങ്കിലും ഒന്നും നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പാക് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. പണ്ട് തൊട്ടേ ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ യാചകർ ധാരാളം ഉണ്ടായിരുന്നു. അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ പരിസരത്ത് തമ്പടിച്ച് യാചിച്ച് ജീവിക്കുന്നവരായിരുന്നു അവർ. പക്ഷെ അവർ ഒന്നും തന്നെ പ്രൊഫഷണൽ ഭിക്ഷാടകർ ആയിരുന്നില്ല. മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയാത്ത വിധം ആരോഗ്യം നശിച്ചവരാണ് പലപ്പോഴും ഈ മേഖലയിൽ എത്തിപ്പെടാറുള്ളത്. പക്ഷെ ഇന്ന് പാകിസ്ഥാനിൽ അരോഗദൃഢഗാത്രരാണ് യാചകരായി മാറുന്നത്. അവർക്ക് വേറെ ജോലിയില്ല എന്നതാണ് വാസ്തവം. വിശ്വാസത്തിന്റെ ഭാഗമായി വലിയ തോതിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ജനതയാണ് പാകിസ്ഥാനിലുള്ളത്. ഒരു പള്ളിയുടെയോ ദർഗയുടെ മുന്നിൽ ഒരു തോർത്തും വിരിച്ചിരുന്നാൽ പണ്ട് തൊട്ടേ ഇവിടെ മോശമില്ലാത്ത തുക കിട്ടുന്ന അവസ്ഥയാണത്രേ. പക്ഷേ ഈ യാചകർ ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് മാറിയത് 2011 ശേഷം രാജ്യം വല്ലാതെ സാമ്പത്തികമായി പുറകോട്ട് പോയപ്പോഴാണ്. ചെറുകിട വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒന്നും ലാഭമല്ലാതായപ്പോൾ പൊതുജനങ്ങൾ പലരും യാചക വൃത്തിയിലേക്ക് തിരിഞ്ഞതാണ് എന്നാണ് വിദഗ്ധരുടെ അനുമാനം. ന്യൂസ് ഡെസ്ക് കർമാനസ്.